നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുൻപാണ് പാലാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പരസ്യമായി പ്രഖ്യാപിച്ചതായിരുന്നു ആ സംഭവം. ഇടുക്കിയിലെ LDF വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായിട്ടായിരുന്നു നാടകീയ സംഭവങ്ങൾ അന്ന് അരങ്ങേറിയത്. എന്നാൽ അന്ന് റോഷിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ മൈക്ക് പിടിച്ചു വാങ്ങി പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ജോസ് കെ മാണി എന്ന് പ്രതികരിച്ചത്. എന്നാൽ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. പാലായിൽ സംഭവിച്ച പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പാർട്ടി അധ്യക്ഷൻ പറഞ്ഞത്, അല്ലാതെ അദ്ദേഹം മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു. അനാഥത്വത്തിൽ നിന്ന് ഉയർന്നു വന്നതല്ല കേരള കോൺഗ്രസ്, ഇതിന് നേതാക്കളുണ്ട്. നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അതേസമയം മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ജോസ് കെ മാണിയും പറയുന്നു. ഇക്കാര്യത്തിൽ മുൻ നിലപാട് ആവർത്തിക്കുകയാണ് ജോസ് കെ മാണി ചെയ്തത്. പാർട്ടി യോഗം ചേർന്ന് ചർച്ചകൾ നടത്തിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സിറ്റിംഗ് MLA മാർ തന്നെ മണ്ഡലങ്ങളിൽ മത്സരിക്കണോ എന്ന കാര്യത്തിലും ഇനിയും തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ LDFന്റെ മധ്യമേഖലാ ജാഥയ്ക്കിടെ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ജാഥ അടിമാലിയിൽ എത്തിയപ്പോഴായിരുന്നു പാർട്ടി ചെയർമാൻ പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് റോഷി പ്രഖ്യാപിക്കുന്നത്. പിന്നാലെ വിദ്യാർത്ഥി സംഘടനയിലൂടെ വളർന്നു വന്ന റോഷി അഗസ്റ്റിൻ ചോരത്തിളപ്പ് കൊണ്ട് പറഞ്ഞ കാര്യമാണിതെന്നും താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും വ്യക്തമാക്കി ജോസ് കെ മാണിയും പരസ്യമായി രംഗത്ത് വന്നു. കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടാൻ നീക്കം നടത്തിയപ്പോൾ റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് തടയിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സൂപ്പർ ചെയർമാനായി കേരള കോൺഗ്രസിൽ റോഷി അഗസ്റ്റിൻ മാറുന്നതായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പാലായിലെ വികസന വിഷയത്തിൽ മാണി സി കാപ്പനുമായി കൊമ്പ് കോർക്കുന്നുണ്ടെങ്കിലും ഇതുവരെ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ആശയക്കുഴപ്പത്തിന്റെ പ്രധാന കാരണം. മുന്നണി മാറ്റം ചർച്ചയായ സമയത്ത് റോഷി അടക്കമുള്ളവർ സ്വീകരിച്ച നിലപാടാണ് UDF പ്രവേശനത്തിന് തടയിട്ടത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിലെ ഭിന്നിപ്പ് പുറത്തുവരുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം ജോസ് കെ മാണി UDFൽ ചേരുന്നതിനായി കോൺഗ്രസ് നേതാക്കളെ പോയി കണ്ടതായി പാലാ MLA മാണി സി കാപ്പൻ വ്യക്തമാക്കിയിരുന്നു. താൻ പറഞ്ഞത് നിഷേധിക്കാനാകുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ജോസ് കെ മാണിയെ മാണി സി കാപ്പൻ വെല്ലുവിളിച്ചത്. കണ്ട നേതാക്കളെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുരിശുപള്ളി മാതാവിന്റെ മുന്നിൽ വെച്ച് കണ്ടില്ലെന്ന് പറയുവാണെങ്കിൽ ജോസ് കെ മാണി പറയുന്ന പണി ഞാൻ ചെയ്യുമെന്നായിരുന്നു മാണി സി കാപ്പന്റെ വെല്ലുവിളി. നേരത്തെ മാണി സി കാപ്പനെതിരെ ജോസ് കെ മാണിയും ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിനും മാണി സി കാപ്പൻ മറുപടി നൽകുകയുണ്ടായി. KM മാണി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് പാലായിൽ നടന്നതെന്നും ജില്ലാ വികസന അവലോകന യോഗങ്ങളിൽ കാപ്പൻ പങ്കെടുക്കുന്നില്ലെന്നും മാണി സി കാപ്പൻ ആരോപിച്ചിരുന്നു. എന്നാൽ വീണ്ടും മത്സരിച്ചാൽ തോൽക്കുമെന്ന ഭയമാണ് ജോസ് കെ മാണിയുടെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നായിരുന്നു കാപ്പൻ മറുപടി നൽകിയത്. പാലയിലെ പദ്ധതികൾ എങ്ങനെയാണ് മുടക്കിയതെന്നാണ് ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. പദ്ധതികൾക്ക് അദ്ദേഹം വിഘാതം സൃഷ്ടിക്കുന്നു. പാലയുടെ വികസനത്തിനായി മാണി സി കാപ്പൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രാദേശിക പദ്ധതി പോലും അവിടെ ഇല്ലെന്നും ജോസ് കെ മാണി ആരോപിച്ചിരുന്നു. പാലാ സീറ്റ് തിരിച്ചുപിടിക്കുക എന്നത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ഉറപ്പിക്കാൻ റോഷി അഗസ്റ്റിൻ നടത്തുന്ന പരസ്യ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിലെ ആത്മവിശ്വാസമാണോ അതോ ഭിന്നതകളുടെ സൂചനയാണോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. KM മാണിയുടെ ഉറച്ച സീറ്റായിരുന്നു പാല. ഇടതുമുന്നണി വിടാനുള്ള നീക്കങ്ങൾ പാർട്ടിയിൽ ഉയർന്നപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ച റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM നേതൃത്വത്തിന്റെയും പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ്. ജോസ് കെ മാണിയേക്കാൾ മുന്നണിയിൽ റോഷിക്ക് സ്വാധീനം വർദ്ധിക്കുന്നുവെന്ന ചർച്ചകൾക്കാണ് ഈ സംഭവം ആക്കം കൂട്ടിയത്. പാലായിൽ ജോസ് കെ മാണി ഇത്തവണയും പരാജയപ്പെട്ടാൽ പാർട്ടിയിൽ റോഷി പൂർണ്ണ ആധിപത്യം നേടുമെന്നും ഒരു വിഭാഗം അണികൾ ഭയപ്പെടുന്നു.